إلى الله عدنا وبالله نذنا ليطوى زمان بائس شحيح ليطوى زمان بائس شحيح ബലത്തുക്ക് 3 കുരി എഴുത്തുക്ക് 3 കുരി പിന്നെ 3 പക്ക എല്ലാം 3 പക്ക തലരെ പിടിച്ചിട്ട് കാത്തോളം 3 കുരി തന്നെ വെച്ചോ. അപ്പോ പിന്നെ ബാക്കിയുള്ളത് ബലഭാഗം മയ്യത്തിന് തെല്ല് ചരിക്കണം. കട്ടിലെ വ്യവസ്ഥ ഉണ്ട്, തെല്ല് ചരിക്കണം. ചരിച്ചിട്ട് ഇതേപോലെ 3 പക്ക എന്താക്കണം, തലരെ പിടിച്ചിട്ട് കാലത്തോളം 3 പക്ക തന്നെ വെച്ചോ. ഫസ്റ്റ് എല്ലാ ചേർക്കും 3 പക്ക തന്നെ വീതി തരും, ചണ്ടിയാവും. അതായത് അതിന്റെ ഉദ്ദേശം ആയിട്ട്. പിന്നെ അതേപോലെ കിടത്തിട്ട് ഇതേപോലെ ഇടഭാഗത്തില് മയ്യത്തിന് ഇടഭാഗത്തേക്ക് ചരിച്ചിട്ട് 3 പക്ക ഇതേപോലെ തന്നെ വീതിയിട്ട്. ഇപ്പൊ എന്തായിട്ട് ഇപ്പൊ മയ്യത്ത് മൊത്തത്തിൽ ചണ്ടിയായിട്ട് അല്ലെ. ചിലപ്പോ ചേറ് പോയി തീക്കല്, നജസ് നീങ്ങി തീക്കല്, മയ്യത്ത് ടോട്ടൽ ചണ്ടിയായിട്ട്. അപ്പൊ ചണ്ടി ആവുമ്പോ ചൊല്ലുന്നത് അതിന്റെ ശബ്ദത്തിക്കത് എവിടെയെങ്കിലും തന്നെ എത്താതിക്ക് ഊതിയണം. ശരിക്ക് തൊക്ക് അടി പോലും ചണ്ടിയാവും, ഗുഹസ്ഥാനത്തിന്റെ ഭാഗം പോലും ചണ്ടിയാവും. അപ്പൊ അതിക്ക് മയ്യത്തിലെ കുളിപ്പാട്ടതായ സന്ദർഭത്തിൽ തലരെ പിടിച്ചിട്ട് കാലത്തോളത്തുള്ള തുണി അകച്ചില്ല. ഒരു ചെന്നിട്ടെങ്കിൽ മയ്യത്തിന് പൊക്കുളിരെ പിടിച്ചിട്ട് ഈ മുട്ടത്തോളം കവറാവുടേതായ ഒരു തെളിവുപുര തുണി നന്ന തെളിവല്ല തണ്ണി ഉൾഗത്തിന് മേലേക്ക് വീഴ്ചയുണ്ടെങ്കിൽ ഉൾഗത്തിന് കടക്കരുത്. ഇപ്പൊ അരിപ്പക്ക് തണ്ണി വീറ്റെങ്കിൽ എങ്ങനെ അരിഞ്ഞിട്ട് പോണ്ടു, അതേപോലെ തണ്ണി വീറ്റുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് ഉൾഗത്തിന് പോണ്ട പോലത്തതായ ഒരു കണ്ട തുണി കൊണ്ട് എന്താക്കണം, കവറാക്കണം. മയ്യത്തിലെ കുളിപ്പാട്ട ആത്മാർ പോലും മയ്യത്തില് പിന്നെ ലൈംഗിക അവയവത്തിന് മയ്യത്തിലെ ഔറത്തിന് നോക്കുന്നത് തീരാട്ടായിട്ടുള്ളത്. അത് അങ്ങനത്തെ നിർബന്ധിതമായ അവസ്ഥ വന്ന് നോക്കിട്ടേ അതിനെ എടുക്കണം, നോക്കാണ്ടത് എടുക്കുകയാവില്ല. ഉദാഹരണക്ക് മയ്യത്തില് പ്രൈവറ്റ് പാഠശാല ഉൾക എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ട്, അത് നോക്കാൻ എടുക്കുക സാധ്യമല്ല. അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് എടുപ്പാട്ടണോ, അങ്ങനത്തെ ഒരു നിർബന്ധിത ഒരു അവസ്ഥ വന്നെങ്കിൽ മാത്രം ഇത് വേണം മയ്യത്തിലെ ഔറത്തിന് നോക്കണായത്. അല്ലെങ്കിൽ നോക്കാതെ തന്നെ മയ്യത്ത് എന്താക്കണം, കുളിപ്പാട്ടൊന്ന് ചെന്നെത്തിക്കരുത്, ഔറത്ത് കൽക്കുന്നുണ്ട് നോക്കരുത്, നല്ല രീതിയല്ല. ഇനി കുളിപ്പാട്ടതായ ആൾമാർ കൈക്ക് കുഫാസ് വറയിടാം. ഇനി വറ കിട്ടില്ലെങ്കിൽ ഓർക്കണ്ട, മുണ്ടെടുത്തിട്ട് കൈക്ക് ചുറ്റിയന്മയാവും, ചെണ്ടാല് ചുറ്റിയന്മയാവും. ഒരാൾ സോപ്പിട്ട പോലെ ഒരാൾ തേച്ച് കൊടുക്കരുത്. ഇപ്പൊ എന്തിനാക്കിണ്ടെങ്കിൽ മയ്യത്തിന് വലഭാഗത്തിന് തണ്ണി വീഴ്ച, ഇടഭാഗത്തിന് തണ്ണി വീഴ്ച, തലരെ പിടിച്ചിട്ട് കാലത്തോളം വീഴ്ച, ചരിച്ചു കഴിച്ചിട്ട് വലഭാഗത്തിന് തണ്ണി വീഴ്ച 3 കുരി, പിന്നെ ചരിച്ചു കഴിച്ച് ഇടഭാഗത്തിന് വീഴ്ത്തിയിട്ട് മയ്യത്ത് മൊത്തത്തിൽ ചണ്ടിയായത്. പിന്നെ ഉള്ള വിഷയത്തിൽ ചെന്നിട്ടെങ്കിൽ സോപ്പ് ഇട്ട് കൊടുക്കരുത്. സോപ്പ് അത് ഏത് സോപ്പ് ഇടാം, തൊന്തരില്ല. ഇനി സോപ്പ് കിട്ടില്ലെങ്കിൽ താലിച്ചോപ്പ് ഇടാം. ഞാൻ പണ്ടെല്ലാം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹദീസിൽ വന്നത് അത് ഉപയോഗിക്കാം. അങ്ങനെ സോപ്പ് ഇട്ട് കൊടുത്തു, നല്ലോണം എല്ലാ ജാഗയ്ക്ക് സോപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലോണം ബലം ഉപയോഗിച്ചിട്ട് താക്കത്ത് ഉപയോഗിച്ചിട്ട് മയ്യത്തിൽ കുളിപ്പാട്ട് കുത്തിയറ, അത് കയറ്റിക്കറി ചെകരി തീര എന്തൊക്കെയോ തീര സ്മൂത്ത് ആയിട്ടുള്ള തുണി കൊണ്ട് എന്തൊരു ചെന്നിട്ടുണ്ടെങ്കിൽ നാളെ ചെന്നതുപോലെ മയ്യത്ത് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞത് പിന്നെ എല്ലാം സ്മൂത്ത് ആയിട്ടിക്കറ്. ചിലപ്പോ ഞങ്ങൾ പേരുള്ള ഊത്തിയുണ്ടെങ്കിൽ ചിലപ്പോ പൊട്ടുക ചാൻസും. അങ്ങനെ ചിലപ്പോ പേഷ്യന്റ് ആയിട്ടിക്കും, ഓപ്പറേഷൻ ആയിട്ട് സ്റ്റിച്ചിട്ടിരിക്കും. ഞങ്ങൾ ബലം ഉപയോഗിച്ചാൽ ചിലപ്പോ പൊട്ടും, ചിലപ്പോ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ബലം ഉപയോഗം കുത്തിയറ നല്ല സ്മൂത്ത് ആയിട്ട് മയ്യത്തിന് എന്താണ് തേച്ച് കൊടുക്കും. ഒരാൾ സോപ്പിട്ട പോലെ ഒരാൾ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തിട്ടായിരുന്നു എല്ലാ ഭാഗത്തും, അതും ബലഭാഗത്ത് തുടങ്ങരുത്. നല്ലത് ഏതും ഞങ്ങൾ ബലഭാഗത്ത് മുന്തിക്കും. ട്രാസി എന്തിനെ കളിക്കുക പോലെ കളിക്കുകയല്ല, എല്ലാം എന്റെ ശരീരത്തെ പിടിപ്പെടും. ബലഭാഗത്ത് മുന്തിക്കും അല്ലെ. ഇവനെ ഊതു കൊടുക്കുമ്പോൾ ഓർമ്മിക്കണം, എല്ലാ ബലഭാഗത്ത് ഞങ്ങൾ തുടങ്ങരുത്.
അതേപോലെ ഞങ്ങൾ തണ്ണി വീട്ടിയതുപോലെ വലഭാഗത്തേക്ക് സോപ്പിട്ടത് ഇടഭാഗത്തേക്ക് ഇട്ടത് തലരെ പിടിച്ചിട്ട് കാത്തോളിട്ടിട്ട് ചരിച്ച് കെട്ടിട്ട് വലഭാഗത്തേക്ക് സോപ്പിട്ടത് ഇടഭാഗത്തേക്ക് സോപ്പിട്ടത് ഇട്ടിട്ടായിരുന്നു പിന്നെ തുണി കൊണ്ടുത്തു കൈക്ക് ചുറ്റിട്ട് നല്ലോണം മയ്യത്തില് എല്ലാ ജാഗക്കും കയ്യെത്തുന്നതുപോലെ നല്ലോണം തേച്ച് തേക്കരുത്. അപ്പൊ എന്താവും? ഒന്നും കൂടി ശുദ്ധിയാവും. പിന്നെന്താക്കുക? അതേപോലെ തന്നെ വീത്ത നോക്കൂ, ശ്രദ്ധിക്കണ വിഷയ എങ്ങനെയാണ് ഫസ്റ്റ് തന്നെ വീത്തിയ അതേപോലെ ഞങ്ങൾ കുളിക്കണത് അതേപോലെ എത്തിക്കരുത്. പക്ഷെ ആൾമാർ ഞങ്ങൾ ശ്രദ്ധിക്കില്ലെന്ന് മാത്രം. ഞങ്ങൾ ഒട്ടാഴ്ച കുളിക്കരുത്. ഞങ്ങൾക്ക് സുന്നത്തായ കുളി റസൂല് പഠിപ്പിച്ചത് അതായിരിക്കരുത്. ഞങ്ങൾ ഇപ്പൊ സോപ്പിട്ടിട്ട് ഒരാൾ ഉരച്ചിട്ട് അല്ലെങ്കിൽ രണ്ടാൾ ഉരച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ തണ്ണി വീത്തോണായത് അതേപോലെ വലഭാഗത്തേക്ക് 3 കുലി വീത്തിട്ട് ഇടഭാഗത്തേക്ക് വീത്തിട്ട് തലര പിടിച്ചിട്ട് കാലത്തോല വീത്തിട്ട് 3 പക്ക മയത്തിലെ വലഭാഗത്തേക്ക് ചേർച്ചിട്ട് തണ്ണി വീത്തിട്ട് ഇടഭാഗത്തേക്ക് ചേർച്ചിട്ട് തണ്ണി വീത്തിട്ട്. അപ്പൊ ഈ തണ്ണി വീത്തലോട് കൂടിയിട്ട് എന്തായിട്ട് ഉറക്കത്തേക്ക് എല്ലാം ക്ലീൻ ആയിട്ട് ചെന്നിട്ടെങ്കിൽ ഉറക്കത്തേക്ക് സാബൂണിട്ടിട്ട് ഉരച്ചിട്ട് പിന്നെ ആ സാബൂണിന്റെ നിഴലെല്ലാം പോയിട്ട് ഞങ്ങൾ 3 കുലി തന്നെ ചെറിയ പാട്ടാവും തീരുക. ആ പാട്ട് ചെന്നത് ഈ പാട്ടെ ഉദ്ദേശിച്ചിട്ടല്ല, വലിയ കുഴപ്പമാണെങ്കിലും തോന്നലില്ല. അപ്പൊ എന്താവും? ഉറക്കത്തേക്കെല്ലാം ക്ലീൻ ആവും. അല്ലെങ്കിൽ വലിയ ഒരു പാത്രം ഏതുമാവും. പിന്നെ എന്താക്കുക ചെന്നിട്ടെങ്കിൽ പിന്നെ എനിക്ക് പണിയാണ്. പിന്നെ എന്താക്കുക ചെന്നിട്ടെങ്കിൽ ഒരു ചക്കിങ് വേണം. അതെന്താ ചക്കിങ് ചെയ്യുന്ന ഒരാൾ നോക്കുമോ? എന്താ എവിടെയെങ്കിലും സാബുൺ ബാക്കിയില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും നജസ് ഉണ്ടാ, അതേപോലെ കാലിന്റെ സൈഡിൽ എന്തെങ്കിലും നജസ് കുടുങ്ങിയില്ല, ചൊല്ലുകയില്ലേ, എവിടെയെങ്കിലും പൊട്ടിയിട്ട് ബ്ലഡ് വന്നോണ്ടുണ്ടാ, എവിടെയെങ്കിലും സ്റ്റിച്ച് ഇട്ടതുണ്ടാ, എന്തെങ്കിലും ഞങ്ങൾ ഒരു ചെക്കിങ് മൊത്തത്തിൽ വേണം അല്ലേ? ശ്രദ്ധിക്കണ വിഷയത്തികൾ അതെല്ലാം നോക്കിയത് പിന്നെ അതേപോലെ തന്നെ വിറ്റോ. കാരണം ഞങ്ങളെ ഈ 3 പക്ക കൊണ്ടുത്ത് ചിലപ്പോ കംപ്ലീറ്റ് ക്ലീൻ ആവാല്ലേ. അപ്പൊ അത് കൊണ്ടുത്തു അതേപോലെ തന്നെ വീത്തു. അസുന്നത്തായ രീതിയിൽ തന്നെ വീത്തു. വലഭാഗത്തേക്ക് വീത്തിട്ട് ഇടഭാഗത്തേക്ക് വീത്തിട്ട് തലര പിടിച്ചിട്ട് കാത്തോല വീത്തിട്ട് മയ്യത്തിലെ വലഭാഗത്തേക്ക് ചരിച്ചിട്ട് വീത്തിട്ട് ഇടഭാഗത്ത് ചരിച്ച് വീത്തി ഈ തണ്ണി വീത്തം കൊടുത്തു. എന്താണ്? ഒരാളും ഈ ഫസ്റ്റ് സോപ്പിട്ടിട്ട് കളിക്കുന്നതായ കൈവര അതിൽ നജസ് ഇന്നിട്ടെങ്കിൽ അതിനെ മാറ്റിട്ട് വേറെ ഇടണം. അല്ലെങ്കിൽ കൈവര ഇട്ട് തിന്നിട്ടെങ്കിൽ അതിനെ നജസായി തിന്നിട്ടെങ്കിൽ സാബൂണിന്നെങ്കിൽ അതിനെ തണ്ണി വീത്തി ക്ലീൻ ആക്കണം. ആക്കിയിട്ട് ഈ തണ്ണി വീത്തിയ പോലമേ ആ ജാഗ്രതവും എന്താക്കണം? നല്ല തുടച്ചുകൊണ്ടുപോകണം. അങ്ങനെ സൂര്യാവരോടത്തോളം തന്നെ വീത്തം ഇസ്രാഫല്ല. അതൊക്കെ ഇല്ലാതെ ഒരാഴ്ച വീത്തോണു അത് തീരാണ്ട് മാത്രമല്ല. മയ്യത്ത് ശുദ്ധിയാവരോടത്തോളം എത്ര തണ്ണി വേണം ആ തണ്ണി ഉപയോഗിക്കാം. പിന്നെ ഒരു സംശയം, ചൂട് തണ്ണിയാവണം. ചില മറിച്ചൗത്തുകളെല്ലാം പോയിട്ടെങ്കിൽ തണ്ണി കാമ്പ് വീടിയാവും. വലിയ മണ്ട വെച്ചിട്ട് വിറവ് പറഞ്ഞിട്ട് ദാസി എടുത്ത് വീട്ടിൽ ചൂട് തണ്ണി മയ്യത്ത് കുളിക്കും. എവിടെയും ചേർത്തില്ല, ചൂട് തണ്ണി വേണം. ചൂട് തണ്ണിയിൽ കുളിപ്പാട്ടിയിൽ ചെപ്പ തണ്ണി മതിയാവും. ചില ഫുക്കഹാക്കന്മാർ ചെന്നാൽ കടലിന്റെ ഉപ്പ് തന്നെ നല്ലിട്ട് ചില ഫുക്കഹാക്കന്മാർ അഭിപ്രായപ്പെട്ട അത് എന്തിനു ചെന്നിട്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറി പോലത്തത് കുടുങ്ങിട്ട് എന്തെങ്കിലും ബാക്കിയായി തിന്നിട്ടെങ്കിൽ അത് തുടച്ചു നീക്കൂ. ഉപ്പ് തണ്ണി എൽപ്പാത്തിന് ചില ഉദ്ദേശത്തിൽ മാത്രം, വേറെ ഒരു ഉദ്ദേശത്തിൽ അത് അകത്തിന്നെങ്കിൽ മാത്രം. അതിനർത്ഥം ഇവിടെ ഒരാൾ മരിച്ചിട്ടെങ്കിൽ ഉള്ളത്ത് പോയിട്ട് ബീച്ചിക്ക് പോയിട്ട് തണ്ണി കൊണ്ട് പറഞ്ഞു ചെന്നല്ല. സാധാരണ നോർമൽ തണ്ണി മയ്യോട് വെച്ച തണ്ണി അകത്യമേ ഇല്ല. അത് സുന്നത്തുമല്ല, എവിടെയില്ല. ഇപ്പൊ ഹറമിൽ ഇത്തരം മയ്യത്ത് കുളിപ്പാട്ടിൽ വെച്ച തണ്ണി ഉണ്ടാകും. വെച്ച തണ്ണി വേണമെങ്കിൽ എല്ലാ വ്യവസ്ഥവും അത് ഏതും അകച്ചില്ല. അങ്ങനെ എല്ലാം ആയാലും പിന്നെ ലാസ്റ്റില് എന്തിനാ പോണെന്നുവെച്ചെങ്കിൽ ഇതുപോലെയുള്ളതായ ഒരു ബാത്തില് ബക്കറ്റില് കൽപ്പൂര കലക്കിയതായ ഒരു തണ്ണി ഞങ്ങൾ റെഡിയാക്കിട്ട് വെക്കും. കുളിപ്പാട്ടുമ്പോൾ ശ്രദ്ധിക്കണം, തണ്ണി പിച്ചായിട്ട് പാട് ഞങ്ങളെ ബാക്കിയുള്ള തണ്ണിക്ക് കൂടാത്ത പോലെ ഞങ്ങൾ ശ്രദ്ധിക്കണം. ഈ തണ്ണിനെ തെല്ല് ദൂരേക്ക് നല്ലോണം കൽപ്പൂര എത്ര ഇടവോ അത്ര ഇട തൊന്തരയില്ല, നല്ലതായിരിക്കും. കൽപ്പൂര ഇട്ടതായ തണ്ണീര് ഞങ്ങൾ കലക്കിട്ട് റെഡിയാക്കിട്ട് വെച്ചിട്ട് എല്ലാ ആയാലും പിന്നെന്താക്ക ഈ കൽപ്പൂര തണ്ണീര് ഇതേപോലെ ബീറ്റിംഗ് ലൈറ്റ് ഏതേപോലെ നാച്ചന്റെ പോലെ വലഭാഗത്തേക്ക്
3 പക്ക, ഇടഭാഗത്തേക്ക് 3 പക്ക, തലര പിടിച്ചിട്ട് കാലത്തോളം 3 പക്ക, വലഭാഗത്തേക്ക് ചിരിച്ചിട്ട് 3 പക്ക, ഇടഭാഗത്തേക്ക് ചിരിച്ചിട്ട് 3 പക്ക. ഇനി 3 പക്ക ബീത്തമുള്ള തണ്ണി ഉണ്ടെങ്കിൽ മാത്രം അതില്ല, ഓരോ പക്ക ബീത്തമുള്ള തണ്ണി മാത്രം കൊണ്ടുണ്ടെങ്കിൽ അത് മെയ്യാവും, ತೊಂದರೆಯಿಲ್ಲ. ಅದಾಯ್ತು പിന്നെ ഇത് വേണോ ನಂಗೆ എന്താക്കണത് ഒപ്പിത്തെടുക്കണം, ഉർത്തിത്തൽ എടുക്കണേ. കാരണം ആ കൽക്കൂടത്തില് ആ ഇത് അതില് ബാക്കിയാവും. അപ്പൊ അതുകൊണ്ട് ഒപ്പിത്തെടുക്കണം. ಅದಕ್ಕೆ മുന്നോളം മയ്യത്തിലെ കുളിപ്പാട്ടിയതായ കട്ടില്, ആ കട്ടിൽ എന്താക്കണം, ക്ലീൻ ആക്കണം. അതിൽ ചന്ത തൂത്തിട്ട് അതിനെ ഉണക്കിത്തെടുത്തിട്ടായിട്ട് പിന്നെ മയ്യത്തിൽ എന്താക്കണം, എല്ലാ ഭാഗവും ഒപ്പിത്തെടുക്കണം.